ബിഗ് ബോസ് സീസൺ 6 തീർന്നു, ഇനിയില്ല. ദിവസം 73ആയി. പക്ഷേ 37 ആയത് കണക്കാണ് ലാലേട്ടൻ്റെ പെരുമാറ്റവും. അതിനേക്കാൾ ഇന്നത്തെ എവിക്ഷനൊക്കെ കണ്ടോ? എവിക്ഷൻ സമയത്ത് എൻ്റെ മുന്നേ കണ്ടസ്റ്റൻസ് ഞാൻ പോവാം, നീ പൊയ്ക്കോ, പോവണ്ട, നീ ഇവിടെ നിൽക്കുക, എല്ലാവരും ചിരിയും കളിയും. ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്, ഞാനായിരിക്കും വേണം, ഞാനായിരിക്കും. എല്ലാവരും ചിരിയും കളിയും തമാശയും. 37ാമത്തെ ദിവസമുള്ള വൈബിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ആർക്ക് 73ൻ്റെ ഒരു വൈബ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഫിനാലെ ഉണ്ട്. അതിനുശേഷം ഒരു വീക്ക് ഒരാൾ സേവ് ആവും, ബാക്കിയുള്ളവരൊക്കെ നോമിനേഷനിൽ വരും. പിന്നെയുള്ളത് ഒരു പണപ്പെട്ടി, ടോപ്പ് 5 ഡിക്ലറേഷൻ. പക്ഷേ ഇത്തവണ ഞാൻ അറിഞ്ഞത് ഒരു പക്ഷേ ഒരു ടോപ്പ് 5 ഡിക്ലറേഷൻ ആയിരിക്കില്ല, ടോപ്പ് 7 ഡിക്ലറേഷൻ ആയിരിക്കാൻ വരാൻ സാധ്യതയെന്നാണ്. അതോടൊപ്പം ഒരു പ്രസ് മീറ്റിൻ്റെ കാര്യം കേൾക്കുന്നു. ഞാനൊരു കൺഫർമേഷൻ പറയുന്നില്ല, ഒരു 70% ഞാൻ പറയുന്നുള്ളൂ. ഈ ആഴ്ചയോ ഓർ മൺഡേ, ഈ ആഴ്ച അല്ലെങ്കിൽ മൺഡേ ഒരു പ്രസ് മീറ്റ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം ആ സംഭവം സത്യമായിരിക്കുമോ എന്നുള്ളത്. ഇങ്ങനെ കേൾക്കുന്ന ഒരു പ്രസ് മീറ്റിൻ്റെ കാര്യം ചെറിയ രീതിക്ക് കുത്തിപ്പൊങ്ങി വരികയാണ്. നോക്കാം ആരെയൊക്കെ ആയിരിക്കും ഇത്തവണ പ്രസ് മീറ്റിന് വിളിക്കുന്നത്. എന്തെങ്കിലും ട്വിസ്റ്റുകളൊക്കെ പ്രസ് മീറ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കുമോ? അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നടേ? എൻ്റെ പൊന്നെ, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇരുന്നത്. സത്യം പറഞ്ഞാൽ വെറുതെയാണ്. കാരണം ഞാൻ രാവിലെ വന്ന് എല്ലാ കാര്യവും പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വന്ന് പറഞ്ഞ കാര്യം സംഭവിച്ച പോലെ ഇന്നും ഞാൻ പറഞ്ഞ കാര്യമാണ് സംഭവിച്ചത്. പ്രൊമോ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പ്രൊമോയുടെ കാര്യം എന്താണ്, ആ സംഭവം, ആ ടാസ്ക് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് മാക്സിമം നമ്പർ ആരാണോ കളക്ട് ചെയ്ത് അവർ ജയിക്കും. ബോണസ് ടാസ്ക് ആണ്. ഇനി 2 ദിവസം കൂടി ബോണസ് ടാസ്ക് കാണും. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ മെയ് 22-ാം തീയതിയിലെ ലാലേട്ടൻ്റെ മിഡ് വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ മെയിൻലി ഫാമിലിയുടെ കാര്യമെല്ലാം സംസാരിച്ചിട്ടാണ് നേരെ നമ്മുടെ ബോണസ് ടാസ്കിലോട്ട് വരുവാണ്. അപ്പോഴാണ് ഓരോ ടാസ്കുകളും എടുക്കുന്നു. ആ ടാസ്കിലുള്ള ജഡ്ജ്മെൻറ്റിന് ആദ്യം പതപ്പിക്കൽ ടാസ്കിൽ എന്താണ് ടണൽ ടീമിൻ്റെ സോപ്പിന് സംഭവിച്ചത്? സോപ്പ് അവിടെ നിങ്ങൾ മനഃപൂർവ്വം പൊട്ടിച്ച് കളഞ്ഞതാണോ എന്താണെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയണം, അത് ഇവർ കഷ്ണമായിട്ട് പൊട്ടിച്ചു, ഞാനവിടെ തപ്പിയൊക്കെ നോക്കി, പക്ഷേ അവർ കഷ്ണമായിട്ടൊക്കെ അവിടെ പൊട്ടിച്ച് കളഞ്ഞു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താ സായി ഇരുന്ന് ചിരിക്കുന്ന ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ സായി, അങ്ങനെയല്ല ലാലേട്ടാ, നമ്മൾ ഇൻറ്റൻഷ്യലി ചെയ്തതല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ സിപ്പിലിട്ട് ഉരയ്ക്കുന്നതുണ്ടായിരുന്നു, ബട്ടണിലിട്ട് ഉരയ്ക്കുന്നത്, അപ്പോൾ എല്ലാം കൂടെ ആയപ്പം നമ്മളും ചെറിയ റിവ്യൂലൊക്കെ എല്ലാം ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഗെയിം ആണല്ലോ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ പോട്ടെ, കഴിഞ്ഞ കാര്യം ഇനിയിപ്പോൾ പറയാതിരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ജാസ്മിൻ, ഞാൻ നോക്കി ലാലേട്ടാ, ഞാൻ കണ്ടില്ല എന്നില്ല. അപ്പോൾ സിജോയും പറഞ്ഞില്ല, ലാലേട്ടാ ചെറിയ രീതിക്ക് ചെറിയൊരു കട്ടയൊക്കെ അതിനിടെ കൂടെ അങ്ങ് വിട്ടു. അപ്പോഴാണ് അടുത്ത ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നത്. തലയണ മന്ത്രം ജിൻഡോയെ കുടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്സര, അതിൽ ലാലേട്ടൻ വെയിറ്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ ജിൻഡോ ചേട്ടൻ ആദ്യം ഒരെണ്ണം പൊക്കി പിടിച്ചുകൊണ്ട് ഇതിൽ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് 2-3 എണ്ണം നോക്കിയിട്ട് വേറെ ഒന്നും നോക്കിയില്ല. തല താഴ്ന്ന് പൊട്ടിപ്പോകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, തല താഴെ മുട്ടുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജിൻഡോ പറഞ്ഞിട്ട് 2 എണ്ണം നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ പിന്നെ നോക്കിയൊന്നുമില്ല. അപ്പോൾ സിജോ പറയാണ്, 9 എണ്ണം ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞതെങ്കിൽ പിന്നെയും സമ്മതിക്കാം. ഇത് 2-3 എണ്ണം ചെക്ക് ചെയ്തിട്ട് ഫുൾ റിജക്റ്റ് ചെയ്തു. അതാണ് ജിൻഡോയുടെ പ്രശ്നം പറ്റിയത്. ജിൻഡോയ്ക്ക് അവിടെയാണ്. ജിൻഡോ മുഴുവൻ ചെക്ക് ചെയ്യണമായിരുന്നു. മുഴുവൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയണമായിരുന്നു. ഇത് 2-3 എണ്ണം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത്. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ അവിടെ വന്നപ്പം ഗെയിമൊന്നും കാണിച്ചതല്ല, എനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഞാൻ മൊത്തം റിജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടുമല്ലോ, അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോഴാണ് സിജോ ഈ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതൊന്നും ലൈവിൽ പോലും ഇല്ലാത്ത സാധനങ്ങളാണ്. ജിൻഡോ ഇത് എതിർക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് ജിൻഡോ എന്ന് പറയുന്നൊരു ഗെയിമറിൻ്റെ കാര്യം മനസ്സിലാവുന്ന കാര്യം. അറ്റൻഷൻ കിട്ടണമെങ്കിൽ ജിൻഡോയ്ക്ക് അറിയാം, പുറത്ത് പ്രൊമോ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ എന്തെങ്കിലും സംതിങ് വെറൈറ്റി ആയിട്ട് ചെയ്യണം. വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്താണ്? ഈ ടാസ്കിൽ ഇവരുടെ സാധനം മൊത്തം റിജക്റ്റ് ചെയ്യുക. മൊത്തം റിജക്റ്റ് ചെയ്യുമ്പം അതെന്തായാലും ഈ പറയുന്ന 9 എണ്ണം ഉണ്ടാക്കി വെക്കുമ്പം അത് എന്തായാലും റിജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? പ്രൊമോ വരും. അതിൻ്റെ ഒരു വേലയാണ് ജിൻഡോ കാണിച്ചതെന്ന് സിജോ അവിടെ എക്സ്പോസ് ചെയ്യാണ്. അപ്പോൾ ജിൻഡോ പറയാണ്. പക്ഷേ ജിൻഡോ അവിടെ വേറൊരു പോയിന്റ് പറയുന്നു, ബാക്കിയുള്ളവരൊക്കെ 2 എണ്ണം 3 എണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ 9 എണ്ണം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കൂടെ ഇവരുടെ അതിനകത്ത് കള്ളത്തരമുണ്ടെന്ന്. ഈ സാധനം ഞാനും ഒന്ന് പറഞ്ഞതാണ്, ഞാൻ അന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷേ ഇവിടെ സിജോയുടെ ഭാഗത്തു നിന്നും അപ്സരയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവരുടെ ഭാഗത്താണ് ശരി, നേരെ മറിച്ച് ജിൻഡോയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ ഭാഗത്താണ് ശരി. പക്ഷേ ഹിന്ദി ബിഗ് ബോസിൻ്റെയൊക്കെ ഒരു ഇത് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോ കാണിച്ചത് ശരിയാണ്. കാരണം അവിടെ അങ്ങനെയാണ്, വിധികർത്താവിന് എന്ത് വേണോ തീരുമാനിക്കാം, ഏത് ടീമിനെ വേണോ ജയിപ്പിക്കാം, അങ്ങനെയാണ്. അപ്പോൾ ജിൻഡോ പറയാണ്,
ഇവർ ഓരോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ ടീം ഉണ്ടാക്കിയതിനെ റിജക്ട് ചെയ്തതിനെ കുറിച്ചിട്ട് സായിയുടെ അടുത്ത് ചോദിക്കുമ്പം സായി പറയുന്നുണ്ട്, സായിയുടെ അടുത്തല്ലല്ലോ അഭിഷേകിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അഭിഷേകാണോ സായിയാണോ അത് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അഭിഷേക് അപ്പം അഭിഷേക് ജിൻഡോ പറയണം അല്ല ഒന്നും നോക്കിയിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു. അപ്പം ലാലേട്ടൻ ഇത് കൊള്ളാം, നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പോയത് കൊള്ളത്തില്ല, നിങ്ങളത് കൊള്ളാം അല്ലേ. അതിനുശേഷമാണ് നോറയും സായി തമ്മിലുള്ള ഒരു തലയണയുടെ ഇഷ്യൂ. അത് ശ്രീധുവിൻ്റെ അടുത്ത് നോക്കി ശ്രീധുവിൻ്റെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്ക് 2 തരാമായിരുന്നു, പക്ഷെ 1 തന്നില്ല. പിന്നെ നമ്മൾ ചെയ്തതിനുള്ള ഒരു നമുക്ക് തന്നില്ല, 2 തരാൻ പറ്റുമായിരുന്നു, 1 തന്നോളൂ എന്നെല്ലാം നോറ പറയുന്നുണ്ട്. സായിയുടെ കേസിൽ പറയുന്നുണ്ട് സായി അങ്ങനെ കുറേ അൺഫെയർ കാണിച്ചു. സായി പറഞ്ഞു ഞാനവിടെ ഗെയിം കളിച്ചാണ്, എനിക്ക് 3 കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല, 2 കൊടുത്തില്ല, 1 കൊടുത്തോളൂ. എന്നിട്ട് ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിനക്ക് വേണമെങ്കിൽ പോയി അപ്പുറത്ത് 0 കൊടുക്ക്, അപ്പം നിങ്ങളുടെ ടീമിന് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത് 1 ആയിരിക്കും, അപ്പോൾ അതിന് 3 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് ശ്രീധു കേട്ടില്ല. അപ്പോൾ ശ്രീധു പറയണം அது லாலேட்டா நான் வந்து எப்போதும் கரெக்ட் ஜட்ஜ்மெண்ட் தான். அவங்க என்கிட்ட சொன்னார், அவங்க என்கிட்ட சொன்ன சாய் சேட்டை என்கிட்ட പറഞ്ഞു வந்து நான் வந்து 1 பாயிண்ட் கொடுத்துட்டேன், அப்போ வந்து നിങ്ങൾക്ക് வந்து 3 பாயிண்ட் கிடக்கு, நீ போய் அந்த டீமுக்கு வந்து 0 பாயிண்ட் கொடுக்குன்னு என்கிட்ட சொன்னேன். ஆனால் நான் வந்து அது கேட்கல, நான் போய் டைரெக்டாக வந்து ஜட்ஜ்மெண்ட் எப்போதும் நான் வந்து ரியலாக தான் பண்ணியிருக்கணும் சார், நான் வந்து அப்படி தான் செய்தேன். நான் அப்படி நோக்கியப்போ அங்கே வந்து 6 இருந்தது, வந்து 5 ஓகே எல்லாம் தான் எனக்கு தோணுது. அப்போ நான் வந்து 1 நான் ஓகே எனக்கு ஓகேன்னு தோணி நான் ஓகேன்னு கொடுத்து அப்படி அത്രதான் സാ ജഡ്ജ്മെൻറ്റ് ഞാൻ வந்து എപ്പോഴും പൊയ്യാന വിഷയം ഞാൻ வந்து செய்யாது. ஜட்ஜ்மெண்ட் எப்போதும் நான் வந்து கரெக்டு, நான் வந்து ஜெனுவினான, நான் வந்து ஃபெயரான ஒரு ஜட்ஜ்மெண்ட் தான் நான் போடியிருக்கேன். பாக்கி அவங்க வந்து சாய் வந்து கேம் கழிச்சிருக்கு, அதுக்கு முன்னாடி வந்து ஜிண்டோ என்ன அன்ஃபேர் பண்ணியிருக்கு, அபிஷேக் வந்து அதுக்குள்ள வந்து குறை இருக்கு. நான் வந்து அப்படின்னு இல்லை, நான் வந்து என்ன வந்து ഫെയറാக தான் பண்ணியிருக்கேன் സാർ എന്നിങ്ങനെ പറയാണ് ശ്രീധു. അപ്പോൾ അടുത്ത് പിന്നീട് ട്രോഫി, നമ്മളെ നെക്സ്റ്റ് ടീമിന് ട്രോഫി കൊടുക്കുന്നു ഈ ആഴ്ച, അവരാണ് സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് എവിക്ഷനാണ്. നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട സെയിം വേയിൽ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ലെവലിൽ തന്നെ ശ്രീധു അർജുൻ സേവ് ആവുന്നു, ജിൻഡോ അഭിഷേക് സേവ് ആവുന്നു, ഋഷി അൻസിബ സേവ് ആവുന്നു, റസ്മിൻ ജാസ്മിൻ വരുന്നു, റസ്മിൻ ഔട്ടാവുന്നു. റസ്മിൻ ഔട്ടായതിനു ശേഷം എന്തോ ഒരു മോതിരം ജാസ്മിൻ കൈമാറുന്നുണ്ട് റസ്മിൻ. എന്നിട്ട് എന്തോ പറയുന്നുണ്ട്, ഇങ്ങനെ ചുണ്ടനക്കാതെയാണ് പറയുന്നത്, ചുണ്ടനക്കാതെ നല്ല നാക്കനക്കാതെയാണ് പറയുന്നത്, ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് ഈ മോതിരത്തിൻ്റെ കേസിൽ ഗബ്രിയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ആണോ എന്ന് അറിയത്തില്ല, അത് നോക്കാം. ഇത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. എന്തോരം കാര്യം ടാസ്കിനകത്തുനിന്ന് കുത്തി ചോദിക്കായിരുന്നു, അതൊന്നും ചോദിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇനി ബിഗ് ബോസ് ഇല്ല, കാരണം ഈ വീക്ക് കൂടെ കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ഫിനാലെ ആയി. ആ ആഴ്ച ഫുൾ ഇതാണ്, ടാസ്കിൻ്റെ സ്പിരിറ്റാണ്, എല്ലാവർക്കും അതിൻ്റെ ടെൻഷനാണ്. അത് കഴിയുന്നു, ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നു, പിന്നെ ഒരാഴ്ച ഫുൾ ഫ്രീ ആണ്, ഫുൾ ഫ്രീ. അവർക്ക് ഒരു പരിപാടീസും കാര്യങ്ങളും ഒന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്കുകളൊക്കെ കൊടുത്താലായി, ഒരാൾ മാത്രം സേവ് ആയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഡയറക്റ്റ് നോമിനേഷനിൽ വരുന്നത്. അതിനുശേഷം 90-ലൊക്കെ നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി. പിന്നീട് എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പെട്ടി ടാസ്ക്, ആ പെട്ടി എടുത്തുകൊണ്ട് ഒരാൾ വെളിയിലേക്ക് പോകുന്നു, ഡിക്ലറേഷൻ, ഫിനാലെ, തീർന്ന്. ഇനി ബിഗ് ബോസ് ഒന്നുമില്ല, ലെവലൊക്കെ തീർന്നു. ഇപ്പോൾ ആര് ജയിക്കും എന്നുള്ള കാര്യമൊക്കെ ഏകദേശം എല്ലാവർക്കും പറയും. ഞാൻ ഒന്നും മിണ്ടണില്ല, എങ്കിൽ ഇനി ഞാൻ വല്ലതും പറഞ്ഞെന്ന് പറയും. നോക്കാം, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ പോകുമ്പോഴത്തേക്കും കുറച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. ഗെയിമിൽ ഇനി വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, തീർന്ന്. സീസൺ അടച്ചു പൂട്ടുള്ള സമയമായി. ഇനി എന്തിന് തുറന്ന് വെച്ചിരിക്കുന്ന അടച്ച് പൂട്ട്, കാര്യമൊന്നുമില്ല. കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു, അവസാനം വന്ന് ആ ഫൈറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു, തവണ അതുപോലും ഇല്ല. അപ്പം നാളെ രാവിലത്തെ ലൈവ് അപ്ഡേറ്റുള്ള വിശേഷങ്ങളും പ്രൊമോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.